കാര്യങ്ങൾ സാധിക്കുക, കാര്യങ്ങൾ സാധിച്ചില്ലേ ആ ഭഗവാനെ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ ആ ഭഗവത് രൂപത്തിനെ കുറിച്ച് പറയുക. ഇനി വേറൊരു മതത്തിലേക്ക് നമുക്ക് ഓട്ടം പിടിച്ചാലോ എന്ന് പറയുക. അപ്പോൾ അങ്ങോട്ട് പോവുക. ഇതൊന്നുമില്ല, ഒരു കുഴിയിൽ നിന്ന് അതിലും വലിയൊരു കുഴിയിലേക്കുള്ള എടുത്തിയാട്ടമാണ് അവിടെ നടക്കുന്നത്. ഒന്നും നടക്കുന്നില്ല. ഓരോ മനുഷ്യൻ്റെയും ഭക്തി എന്ന് പറയുന്നത് ഓരോരോ തരത്തിലായിരിക്കും. ആഗ്രഹപൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരും ഭക്തി കാണിക്കുന്നവരുമുണ്ട്. അപ്പം ഈ ഒരു ഭക്തിക്ക് ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കണം? അത് നമ്മളുടെ ലക്ഷ്യം അനുസരിച്ചാണ് ഭക്തിക്ക് ഫലം കിട്ടുന്നത്. നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ ഒരു ജോലിയാണ് ലക്ഷ്യമെങ്കിൽ ജോലിക്ക് അനുസരിച്ചുള്ള ഭക്തിയാണല്ലോ. ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹം. കല്യാണം നടക്കണമെന്നാണെങ്കിൽ അതിനനുസരിച്ച്. ഏതൊരു തരത്തിലുള്ള ആഗ്രഹമാണോ ഉള്ളത് ആ ആഗ്രഹത്തിനനുസരിച്ചാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഇഷ്ടരൂപത്തോട്, ഒരു ഒബ്ജക്റ്റ് എന്ന് വേണേൽ പറയാം, ഒരു വസ്തുവിലേക്ക്. നിങ്ങളൊരു മെറ്റൽ കഷ്ണം വെച്ച് പ്രാർത്ഥിച്ചാലും അതിനൊരു ഫലം ഉണ്ടാകും. നിങ്ങളൊരു വെറുതെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇപ്പോൾ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ഒരു ഫലം ഉണ്ടാകും. നിങ്ങളൊരു ജീവിയെ വെച്ച് പ്രാർത്ഥിച്ചാലും അതിനൊരു ഫലമുണ്ട്. മനസ്സിന് സൂക്ഷ്മതയിലേക്ക് പോകണമെങ്കിൽ ഒരു വസ്തു ആവശ്യമാണ്. അവിടെയാണ് വിഗ്രഹാരാധനയെക്കുറിച്ചും ഒക്കെ വരുന്നത്. അപ്പോൾ ഈ കാണപ്പെടാത്ത വസ്തുക്കളുണ്ട്, കാണപ്പെടുന്ന വസ്തുക്കളുണ്ട്. ഈശ്വരൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു ചിത്രം, അവിടെ ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തു നിർണയിച്ചു കഴിഞ്ഞു. ഭക്തി അങ്ങനെ തന്നെ. അപ്പോൾ ബാഹ്യമായ സുഖങ്ങൾ ഓരോന്നും നേടിയെടുക്കാനുള്ള ഭക്തിയുണ്ട്. സകാമ ഭക്തി എന്ന് പറയും. നിഷ്കാമ ഭക്തിയുണ്ട്. എനിക്കൊരാഗ്രഹമില്ല എങ്കിലും ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. അത് വികാരത്തിൻ്റെ ഒരു ഉന്നതമായ തലമാണ്. ഭക്തി ഒരു വികാരമാണ്. നമുക്കൊക്കെ ഒരുപാട് വികാരങ്ങളുണ്ട്. കാമം, ക്രോധം, ദേഷ്യം, അല്ലേ, വാത്സല്യം, സങ്കടം, ഇതിനൊക്കെ ഉപഭാവങ്ങളുണ്ട്. പിന്നെ കാമത്തിന് തന്നെ പല ഭാവങ്ങൾ. ശൃംഗാരം എത്ര തരം? വിപ്രലംബ ശൃംഗാരം, സംഭോഗ ശൃംഗാരം. വിപ്രലംബ ശൃംഗാരത്തിന് തന്നെ 2 തരം. സംഭോഗാനന്തരമുള്ള ശൃംഗാരം, വിപ്രലംബത്തിൽ 2, സംഭോഗത്തിന് മുമ്പ് അതിനെക്കുറിച്ച് ഓർത്തിരിക്കുന്നത്, ഇങ്ങനെ പലതുമുണ്ട്. ഇങ്ങനെ ഒരുപാട് അനവധി വികാരങ്ങളാണ്. ഇതിനൊക്കെ ഒരുപാട് ഉപതലങ്ങളുണ്ട്. നാണക്കേട് അതൊരു വികാരമാണ്. നമുക്കൊരു ജാള്യത വന്നു. അങ്ങനെയുള്ള എല്ലാ മനുഷ്യ ദുർബല വികാരങ്ങളെക്കാളും ഒക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ഉത്തമമായ വികാരമായി കാണുന്നത് ഭക്തിയാണ്. അത് നിഷ്കാമ ഭക്തിയിലാണ് വരുന്നത്, സകാമ ഭക്തിയിലല്ല. അപ്പം ഒന്നും ആഗ്രഹമില്ല, ഭഗവാനെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഭക്തി അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് ഞാനും ഭഗവാൻ ഒന്ന് തന്നെയാണെന്നുള്ളൊരു ബോധത്തിലാണ്. എൻ്റെ ഭഗവാൻ എന്നെ രക്ഷിക്കുമെന്ന് പ്രാർത്ഥിക്കും. ഞാൻ നീ ഒന്ന് തന്നെയല്ലേ. ഔവയാറൊക്കെ പറയുന്ന പോയിന്റ് പറയുന്നതല്ലേ. ഇപ്പോൾ കാല് നീട്ടി വെച്ചു, ഭഗവാന്റെ വിഗ്രഹത്തിന് നേരെയാണ് കാല് നീട്ടി വെച്ചത്, അതുകൊണ്ട് കാല് മാറ്റി വയ്ക്കൂ എന്ന് ആരാണ്ട് പറഞ്ഞു. ഔവയാർ ചോദിച്ചു, ഞാൻ എങ്ങോട്ട് നീട്ടിയാൽ ഇനി ഒക്കും? കാരണം എവിടെയും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു, എനിക്കിനി എങ്ങോട്ട് തിരിഞ്ഞു വെക്കാനൊക്കും കാല്? അപ്പം നിങ്ങൾ കാല് നീട്ടി വെച്ചിരിക്കുന്ന ഭഗവാന്റെ വിഗ്രഹത്തിന് നേരെ, ഇങ്ങനെ നീട്ടി വെച്ചിരിക്കുന്ന ഭഗവാനുള്ള വിരുദ്ധത അദ്ദേഹത്തിനോട് നിഷേധിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഔവയാറിൻ്റെ ബോധതല ഒത്തിരി വളർന്നു ഭക്തിയിലൂടെ. ഞാൻ എങ്ങോട്ട് നീട്ടി വയ്ക്കണം? കാരണം എവിടെയും ഭഗവാനാണല്ലോ. അങ്ങനെ ഭക്തി അതിൻ്റെ സൂക്ഷ്മതയിലേക്ക്, മീര ചിന്തിക്കുന്ന പോലെ, കൃഷ്ണനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ, എവിടെയും ഭഗവാനാണ്. പിന്നെ ഞാനും ഭഗവാനും രണ്ടും രണ്ടേ അല്ല. ഈ തരത്തിലേക്കൊക്കെ വളരണം. വളർന്നാലേ ഭക്തി യോഗം ശരിയാകുന്നത്. ഭക്തി യോഗി, അല്ലെ, ഭക്തി യോഗത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഭക്തയോഗി എന്ന് പറയാറില്ല, ഭക്തയോഗി എത്തിയത് അവിടെയാണ്. അതിലേക്ക് വളരണം. അപ്പം ഈ ഭക്തിയുടെ പൂർണ്ണത ഞാനും ഭഗവാനും ഒന്ന് തന്നെ എന്നുള്ള ബോധത്തിലേക്ക് എത്തല, അത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അതിലേക്ക് എത്തുന്ന കാര്യം സാധിക്കും. പക്ഷെ അതെല്ലാം ഭാരതീയ സംസ്കാരത്തിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ളതിലെല്ലാം തന്നെ നമ്മുടെ കാര്യം സാധിക്കാനായിട്ട് ഈശ്വരനെ പ്രാർത്ഥിക്കുക, ഈശ്വരൻ അങ്ങകലെ എവിടെയോ ഇരിക്കുന്നു, വെളിച്ചമായിരിക്കുന്നു, മറ്റുള്ളതായിട്ടിരിക്കുന്നു. ഇന്ത്യയിലും പിൽക്കാലത്ത് വന്ന പല സന്യാസികളും അത്തരം ഗ്രൂപ്പുകളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ അദ്വൈത ബോധം എന്ന് പറയുമ്പോൾ ആ ഭഗവാനും ഞാനും തന്നെ ഒന്ന് തന്നെ എന്നുള്ള ബോധത്തിലേക്ക് വ്യക്തിയുടെ വളർച്ചയാണ്, ബോധതലത്തിൻ്റെ വളർച്ചയാണ്. ആ ബോധതലത്തിലേക്ക് എത്തുന്നതുവരെ ഭക്തി തുടർന്നുകൊണ്ടേയിരിക്കണം. പക്ഷെ അതൊന്നും എല്ലാവർക്കും ഒന്നും എളുപ്പം സാധ്യമാകുന്നതായിട്ട് കാണുന്നില്ല. കാര്യങ്ങൾ സാധിക്കുക, കാര്യങ്ങൾ സാധിച്ചില്ലേ ആ ഭഗവാനെ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ ആ ഭഗവത് രൂപത്തിനെ കുറിച്ച് പറയുക. ഇനി വേറൊരു മതത്തിലേക്ക് നമുക്ക് ഓട്ടം പിടിച്ചാലോ എന്ന് പറയുക. അപ്പോൾ അങ്ങോട്ട് പോവുക. ഇതൊന്നുമില്ല, ഒരു കുഴിയിൽ നിന്ന് അതിലും വലിയൊരു കുഴിയിലേക്കുള്ള എടുത്തിയാട്ടമാണ് അവിടെ നടക്കുന്നത്. ഒന്നും നടക്കുന്നില്ല. പിന്നെ ഒരു വസ്തുവിനെ വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കൊടുത്ത വിശ്വാസത്തിന്റെ തീവ്രതയും, അതൊരു ആധുനിക മെന്റലിസം എന്നൊക്കെ പറയാൻ സംഭവം അത് തന്നെയുണ്ട്. നമ്മുടെ മാന്ത്രികം അതാണ്. മാന്ത്രികത്തിലും താന്ത്രികത്തിലും അത് എല്ലാം വരുന്നുണ്ട്. തന്ത്രശാസ്ത്രത്തിൽ അതിൽ വരുന്നുണ്ട്. പിന്നെ റെയ്ക്കി, പ്രാണി ഹീലിംഗ്, പണ്ട് കേരളത്തിൽ ചെയ്തിരുന്ന ഈ ബാധോപദ്രങ്ങൾ മാറ്റലും നെഗറ്റീവ് എനർജി കളയിലും ഒക്കെ പുതിയ രൂപത്തിലാണ്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലെത്തിയിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ പണ്ട് ചെയ്തിരുന്ന തന്നെ വേറൊരു രൂപത്തിലേക്ക് വന്നിരിക്കും.
ഇതെല്ലാം തന്നെ മനുഷ്യ മനസ്സിനെ പരിഷ്കരിക്കാനുള്ള ഉപാധികളാണ്. ആ തലത്തിൽ ഭക്തിയെ നമുക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷെ ഭക്തിയുടെ ഏറ്റവും ഉന്നത തലം ആ ഭഗവാനുള്ള പ്രണയം. ഇപ്പോൾ നമ്മൾ കർണാടക സംഗീതം എല്ലാം എടുത്ത് ഭഗവാനെ മാം പാഹി, എന്നെ രക്ഷിക്കൂ, സംസ്കൃതത്തിൽ അതാണ് അർത്ഥം. ഇത്തരം കീർത്തനങ്ങളല്ലേ കേൾക്കുന്നതല്ല. ഇത് ഭക്തിയുടെ ആദ്യ തലം മാത്രമാണ്. ഞാൻ അടുത്ത കാലത്ത് ഏതോ ഒരു ഉത്തരേന്ത്യൻ സംഗീതം അല്ലെങ്കിൽ ടിബറ്റൻ സംഗീതം ഒക്കെ കേൾക്കുമ്പോൾ തന്നെ ധ്യാന സംഗീതം വേറെയാണ്. അപ്പൊ അത് ഭഗവാനും ഞാനും രണ്ടാണെന്നുള്ള ഒരു രീതിയിലേക്കല്ല പറയുന്നത്. അത് സംഗീതക്കാരുമായിട്ട് അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുന്ന ആശയങ്ങളാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. ഈ ഭഗവാനെ എന്നെ രക്ഷിക്കൂ, നീ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വന്ന് കാണാം, നീ അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്, നിന്നെ എപ്പോഴൊക്കെ കാണാനും എനിക്ക് അവസരം തരണേ എന്ന് പറയുമ്പോൾ ഞാൻ കൂടെ നിന്റെ അടുക്കൽ വന്നേക്കാം. അപ്പൊ ഭഗവാനിൽ നിന്ന് വളരെ ദൂരെയാണെന്നുള്ള പ്രഖ്യാപനവും കൂടിയാണ്. അത് തെറ്റല്ല, ആ വ്യക്തിയുടെ ബോധതലം അവിടെ വരെ എത്തിയിട്ടുള്ളൂ. പക്ഷെ അതിൽ നിന്നും ഒത്തിരി വളരേണ്ടതുണ്ട്. അപ്പൊ അത്തരം നമുക്ക് പാട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഭഗവാനെ ഒരു നേരമെങ്കിലും കാണാതെ എൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം, നല്ല പാട്ടാണ് ആ ഭക്തിയുടെ തലത്തിൽ നിൽക്കുന്നവർക്ക്. പക്ഷെ ഭക്തയോഗി അതിൽ വളർന്നു കഴിഞ്ഞാലോ, ഗുരുവായൂരപ്പ നീ എവിടെയാണ് ഇരിക്കുന്നത്, നീ എൻ്റെ കൂടെ തന്നെ ഉണ്ട്, എപ്പോഴും ഉണ്ട്, എല്ലായിടവും ഉണ്ട്, ഞാൻ എവിടെയാണ് വന്ന് കാണേണ്ടത് എന്ന് പറയുന്ന തലത്തിലേക്ക് വ്യക്തി വളരും ഭക്തയോഗത്തിൽ. ആ ഭക്തിയുടെ ഭഗവാനും അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവതയുമായിട്ടുള്ള ആ പ്രണയം അവിടെ സംഭവിക്കണം. ഞാനും നീ ഒന്ന് തന്നെ. പിന്നെ പ്രണയമാകും, നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നാകും. സായുജ്യം, സാരൂപ്യം, സാമീപ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ ഭാഗവതം വ്യക്തമാക്കുന്നുണ്ട്. ഈ സപ്താഹ സ്ഥലത്തെ ആചാര്യന്മാരൊക്കെ ഇതെല്ലാം പ്രസംഗിക്കാറുണ്ട്. നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ, നീ എന്നെ രക്ഷിക്കൂ എന്ന് പറയുന്ന സ്റ്റേജ് മാറും. നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറയാൻ തുടങ്ങും. പിന്നെ നീ എൻ്റെ കൂടെ ഉണ്ടോന്നോ, നീ തന്നെയല്ലേ ഞാൻ തന്നെയല്ലേ നീ എന്ന് പറയുന്ന ബോധതലത്തിൽ, അല്ലാതെ കൃഷ്ണ വേഷം കെട്ടി നടക്കലൊന്നുമല്ല. ചിലർ കൃഷ്ണനെ പ്രാർത്ഥിച്ച് കൃഷ്ണ വേഷം കെട്ടി ഞാൻ കൃഷ്ണനാണെന്നൊക്കെ പറയാൻ തുടങ്ങി. അതൊരു സൈക്കിക് മൂഡിലേക്കൊക്കെ പോകുന്ന അതൊന്നുമല്ല. അതെല്ലാം മനഃശാസ്ത്രപരമായ കാര്യങ്ങളാണ്. അവിടെ കുറെ അതീന്ദ്രിയ ശക്തി ലഭിക്കാറുണ്ട്, മറ്റുള്ളവരെയൊക്കെ അനുഗ്രഹിക്കാനൊക്കെ സാധിക്കും ആ ശക്തി കൊണ്ട്. എങ്കിലും അതൊന്നും അല്ല ആ പറയുന്നത്. അപ്പൊ ഞാനും ഭഗവാനും ആ ഒരു പ്രണയത്തിലേക്ക് നമ്മൾ എത്തണം. നീ അവിടെ വരെ എത്തുന്നില്ല. ഇപ്പൊ എനിക്ക് അവിടെ ചെന്നിട്ട് എത്ര വഴിപാട് ചിലരൊക്കെ ഒന്ന് ജ്യോതിഷത്തിന് എൻ്റെ അടുക്കൽ വരുമ്പോൾ തന്നെ ഇങ്ങനെ പറഞ്ഞ് പുച്ഛിച്ച് പറയുന്നു. അവിടെ പോയി ഒത്തിരി കാലം നടത്തി ആ അമ്പലത്തിൽ പോയിട്ട് എന്ത് കിട്ടി എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ അവരോടൊന്നും പറഞ്ഞു തിരുത്താനൊക്കത്തില്ല. ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒന്നും അവരുടെ തലയിലൊന്നും ഈ ജന്മത്തിൽ കയറാൻ പോകുന്നില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും അവരോട് പറയണ്ട. വേണ്ടുന്നിടത്ത് വിളമ്പിയാൽ പോരെ. ജ്ഞാനയോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജ്ഞാനയോഗത്തെക്കുറിച്ച് പറഞ്ഞു, ഭക്തിയോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഭക്തിയോഗത്തെക്കുറിച്ച്. പൂർണ്ണമായ ഭക്തി ഭഗവാനും ഞാനും ഒന്നാണ്, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ദേവതയും ഞാനും ഒന്നു തന്നെ എന്നുള്ള ബോധതലത്തിലാണ്, ബാഹ്യതലത്തിലല്ല. ബോധം അനന്തതയിലേക്ക് വളർന്ന് വരണം. അതിനൊക്കെ ഒരുപാട് സ്റ്റേജുകളുണ്ട് ആ തരത്തിൽ പോകുമ്പോൾ. പിന്നെ ഇത് തെറ്റല്ല, ഇവരുടെ ആഗ്രഹം സാധിക്കാനൊക്കെയും ചെയ്യും. അതിന് കാമ്യകർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കണം. കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ആ ഭഗവാനിൽ നിന്ന് ആ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചാൽ കാര്യങ്ങളൊക്കെ സാധിക്കും. അപ്പൊ അതൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ സാധിച്ചിട്ട് ജീവിതം സുന്ദരമാക്കട്ടെ അങ്ങനെയുള്ളവർ. ജ്യോതിഷ പണ്ഡിതൻ ശ്രീ മംഗലം സഞ്ജയനുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ശ്രീ മംഗലം സഞ്ജയനുമായി ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.